നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം പെപ്റ്റിക് അൾസേഴ്സിനെ പറ്റിയാണ്. G8-ൽ പ്രത്യേകിച്ച് ആമാശയത്തിൽ അതേപോലെ തന്നെ ഡിയോഡിനത്തിലും ഉണ്ടാകുന്ന അൾസറുകളാണ് പെപ്റ്റിക് അൾസേഴ്സ് എന്ന് പറയുന്നത്. ആമാശയത്തിലുണ്ടാകുന്ന അൾസറിനെ ഗ്യാസ്ട്രിക് അൾസർ എന്നും ഡിയോഡിനത്തിലുണ്ടാകുന്ന അൾസറിനെ ഡിയോഡിനൽ അൾസർ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ഇനി പ്രധാനമായിട്ടും നമുക്കറിയാം OPD-യിലേക്ക് രോഗികൾ വരുമ്പോൾ ഇത്തരം അൾസറുള്ള രോഗികളുടെ പ്രധാനമായിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് പുക്കിളിന് മുകൾ ഭാഗത്തായിട്ട് വേദന ഉണ്ടാകുന്നതായിട്ട് രോഗികൾ പറയാറുണ്ട്. പ്രത്യേകിച്ച് എപ്പിഗാസ്ട്രി എന്ന് പറഞ്ഞ ഏരിയയാണ് പുക്കിളിന് മുകൾ ഭാഗത്തായിട്ട് രോഗികൾ വേദന ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. ഗ്യാസ്ട്രിക് അൾസറിലാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഭക്ഷണം കഴിച്ച ഉടനെ ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരം അൾസറിൽ ഇറിറ്റേഷൻ ഉണ്ടാവുകയും അതിൻ്റെ അനന്തരഫലമായിട്ട് പെട്ടെന്ന് തന്നെ വേദന ഉണ്ടാവുകയും ചെയ്യും. രോഗി ഒന്ന് ഛർദ്ദിച്ചതിന് ശേഷം പലപ്പോഴും രോഗിക്ക് ആശ്വാസം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരം രോഗികളിൽ നമുക്ക് പ്രധാനമായിട്ടും വെയിറ്റ് ലോസ് ഒരു പ്രധാന ലക്ഷണമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഡിയോഡിനൽ അൾസറിൻ്റെ കേസിലാണ് പ്രത്യേകിച്ച് രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകം നമുക്കറിയാം ഒരു മണിക്കൂർ 2 മണിക്കൂറിന് ശേഷം ഭക്ഷണം ഡിയോഡിനത്തിലേക്ക് എത്തുമ്പോഴേക്കാണ് രോഗിക്ക് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ കൂടുതലും ഈ വേദന ഉണ്ടാകുന്ന കാരണം രോഗി ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം ഭക്ഷണം ആമാശയത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഡിയോഡിനത്തിൽ കൂടുതലായിട്ട് സെക്രീഷൻസ് ഉണ്ടാവുകയും ഈ അൾസറിനൊരു ആശ്വാസം കിട്ടുകയും ചെയ്യുന്നതുകൊണ്ട് രോഗി കൂടെ ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത്. ഇനി നമുക്ക് ഇത്തരം അൾസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമുക്കറിയാം ഉഷ്ണമായിട്ടുള്ള കാലാവസ്ഥയിൽ ഒരുപാട് എരിവ് പുളിയൊക്കെ കൂടിയ ഭക്ഷണങ്ങൾ നിരന്തരമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അസിഡിറ്റിയെ ട്രിഗർ ചെയ്യുന്ന ആൽക്കഹോളും, അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള മദ്യപാനം, അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള പുകവലി, ഇതൊക്കെ ഈ ആമാശയത്തിനകത്തുള്ള മ്യൂക്കോസയ്ക്കകത്ത് ചെറിയ ചെറിയ ഇറോഷൻസ് ഉണ്ടാക്കും. അത് അൾസറിലേക്ക് പിന്നീട് മാറുകയും പിന്നീട് അതിൽ നിന്ന് ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനുള്ള ക്രോണിക് ആയി കഴിഞ്ഞാൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയും അത് ഭക്ഷണത്തോടൊപ്പം തന്നെ ഛർദ്ദിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഛർദ്ദിൽ രക്തത്തിൻ്റെ അംശം കാണുകയും അതുപോലെ തന്നെ മലത്തിലുമൊക്കെ രക്തത്തിൻ്റെ അംശം കാണാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം അത്തരം രോഗാവസ്ഥയിൽ പ്രത്യേകിച്ച് ആഹാരത്തിൻ്റെ ക്രമീകരണത്തിലുള്ള വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന അൾസറുകളിലാണെങ്കിൽ ഭക്ഷണ നിയന്ത്രണത്തിലൂടെ ശീലങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധിവരെ അത്തരം അവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന അൾസർ ഹീലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ പറയും. അത് നെയ്യ് ചേർത്ത മരുന്നുകളുണ്ട്, തേൻ ചേർത്ത മരുന്നുകളുണ്ട്, പലതരത്തിലുള്ള ഭസ്മപ്രയോഗ വിധികളുണ്ട്. അപ്പോൾ ഈ അൾസർ അല്ലെങ്കിൽ ഈ മുറിവ് ഹീൽ ചെയ്യുന്ന മരുന്ന് പ്രയോഗ വിധിയിലൂടെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും. പിന്നീടുള്ളത് വീണ്ടും അൾസറേഷൻ വരുന്നൊരു കണ്ടീഷനാണ് ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസ്. പ്രത്യേകിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ക്രോൺസ് ഡിസീസ് ആയാലും അൾസറേറ്റീവ് കൊളൈറ്റിസ് ആയാലും അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒക്കെ ആയാലും അൾസറുകൾ വിട്ടു വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഡയബറ്റീസിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് എൻട്രിക് നെർവസ് സിസ്റ്റത്തെ അതേപോലെ ബ്ലഡ് സർക്കുലേഷനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ സ്റ്റൊമക്കിലേക്കുള്ള സർക്കുലേഷനെ ബാധിച്ചു കഴിഞ്ഞാൽ സർക്കുലേഷൻ ഇൻസഫിഷ്യൻസി കൊണ്ടൊക്കെ രോഗികളിൽ കൂടുതലായിട്ടും ഈ പറഞ്ഞൊരു ഫുഡിൻ്റെ മൂവ്മെൻറ്റ്സ് കുറഞ്ഞു പോവുകയും അത് പിന്നീട് ബയോമിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പിന്നീട് ഈ പറഞ്ഞ അൾസറേഷനിലൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. H. പൈലോറി ഇൻഫെക്ഷൻസ് ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇത്തരം ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങളുടെ ഫലമായിട്ടോ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൊണ്ടോ ഒക്കെ നിരന്തരമായി അൾസറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ചികിത്സിച്ചില്ലെങ്കിൽ അൾസർ ഉണ്ടാവുകയും അത് ഹീലാവുകയും റിപ്പീറ്റഡായിട്ട് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഫൈബ്രോസിസിലേക്കോ കൂടുതൽ ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. അതേപോലെ തന്നെ ആമാശയവും അന്നനാളവും ചേർന്ന ഭാഗം ചുരുങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫൈബ്രോസിസ് ആകുന്ന സ്റ്റേജിലേക്ക് പോകും. അതല്ലെങ്കിൽ പലതരത്തിലുള്ള നോഡ്യൂൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആമാശയത്തിൽ നോഡ്യൂൾസ് ഉണ്ടാവാം, ഇൻറ്റസ്റ്റൈൻസിലുണ്ടാവാം, കോളനിലുണ്ടാവാം, രക്തത്തിലുണ്ടാവാം. അപ്പോൾ അത്തരം നോഡ്യൂൾസൊക്കെ ഉണ്ടാകും. പിന്നീട് ബയോമിലൊക്കെ വ്യത്യാസം വരികയോ ജീൻ മ്യൂട്ടേഷനൊക്കെ ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ക്യാൻസർ കണ്ടീഷനായിട്ട് പോകും. അതായത് അബ്നോർമൽ ഗ്രോത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് മെറ്റാസ്റ്റാസിലേക്ക്, അതായത് ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാനും അത് രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിൽ ക്യാൻസറിൻ്റെ സ്പ്രെഡിങ്ങിലേക്കൊക്കെ കാരണമായി തീരുന്നുണ്ട്. ഇനി നമുക്ക് അത്തരം രോഗങ്ങളുടെ ചികിത്സകൾ ആയുർവേദത്തിൽ പ്രധാനമായി ചെയ്യുന്നത് പഞ്ചകർമ്മ ചികിത്സകളാണ്. അപ്പോൾ ഈ അൾസർ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രോഗങ്ങളായിട്ട് ഔഷധങ്ങൾ ഉപയോഗിച്ച് അൾസറിൻ്റെ സിംറ്റംസ് ഒക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം രോഗിക്ക് പഞ്ചകർമ്മ ചികിത്സകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. വമന ചികിത്സയും വിരേചന ചികിത്സയും പോലുള്ള പഞ്ചകർമ്മ ചികിത്സകൾ ചെയ്ത് ശരീരശുദ്ധി ചെയ്തതിന് ശേഷം വസ്തു ചികിത്സകൾ പോലുള്ള ചികിത്സകൾ ചെയ്തതിന് ശേഷം അതോടൊപ്പം തന്നെ രസായന ചികിത്സകളൊക്കെ ചെയ്ത് കുടലിനെ ബലപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ആയുർവേദത്തിലുള്ള പ്രധാനമായിട്ടുള്ള ചികിത്സ. അപ്പോൾ നിരന്തരമായി ഇത്തരം പ്രശ്നം ഉണ്ടാകുന്ന രോഗികൾ പ്രത്യേകിച്ച് അൾസർ വിട്ട് വരുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായും ആയുർവേദ ചികിത്സ ഒരു പരിഹാര മാർഗമായി ഉപയോഗിക്കണമെന്നാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. അപ്പോൾ ആയുർവേദത്തിൽ അൾസറിനുണ്ടാകുന്ന ചികിത്സകളും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ചികിത്സകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വിശദീകരിച്ചത്. നന്ദി, നമസ്കാരം.